സോറി മാഡം, ഞങ്ങൾ ഇവിടെ മുഴുവൻ വൃത്തിയാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അതവിടെ കൊണ്ടുവച്ചത്. ഇല്ല, ഇതില് നിങ്ങളുടെ തെറ്റൊന്നുമില്ല. ഇപ്പോ എന്റെ സമയം ഒട്ടും ശരിയല്ല. സമയമല്ല മേഡം, ക്ലോക്കാണ് തെറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, എന്റെ സമയം ശരിയല്ല. ഓഫീസിൽ പ്രോജക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിൽ ചായ വീണു. സിഗ്നലിൽ കാർ നിർത്തിയിരുന്നപ്പോൾ ഒരു ബൈക്കുകാരൻ വന്ന് അതിൽ ഇടിച്ചു. എന്റെ സമയം ഒട്ടും ശരിയല്ല. ഓഹോ, ദൂരയാത്രയാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകണം. നിങ്ങൾക്ക് ഗഡിയാദാർ സ്വാമിയുടെ സഹായം വേണം. അടികൈ. ഓ, അതാരാണ്? ഓഹോ, വലിയ പ്രശസ്തനായ സ്വാമിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. കൂടാതെ നിങ്ങളുടെ ചീത്ത സമയം നല്ല സമയമാക്കി മാറ്റും. ഓഹോ, നിങ്ങളുടെ സമയം ഡാൻസ് കളിക്കുകയാണ്. നക്ഷത്രങ്ങളാണെങ്കിൽ തുള്ളിച്ചാടുകയാണ്. ഓഹോ, ഈ ഗ്രഹവും നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ എന്താണ്? പ്ലാനറ്റിനെയാ ഗ്രഹം എന്ന് പറയുന്നേ. കോൺസ്റ്റലേഷന് നക്ഷത്രം ഒന്നും പറയാറുണ്ട്. ശരി, ഈ നക്ഷത്രത്തെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? മാഡത്തിന്റെ കാര്യമൊക്കെ തീരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കേ? എന്ന് പറയൂ സ്വാമി, എന്താണ് എന്റെ പ്രോബ്ലം? എല്ലാ ക്ലോക്കിലും നിങ്ങളുടെ സമയം മോശമാണ് മാഡം. അതെ, ഞങ്ങളുടെ ക്ലോക്കിന് ഒരു പ്രശ്നമില്ല, അതിൽ സമയം കൃത്യമാണ്. നിങ്ങൾ എന്തിനാ എത്ര വലിയ കടികാരം വെച്ചിരിക്കുന്നേ? ഓരോ ഘടികാരവും ഓരോ മനുഷ്യന്റെ സമയം പറയും. പറഞ്ഞാലും സ്വാമി, ഓഹോ, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു സമയം വരണം. എന്റെ സമയം ഒന്ന് ശരിയാക്കി തരണം സ്വാമി. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ശരിയാക്കി തരാന്നേ. വാസ്തുവൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ സമയം ഞാൻ ശരിയാക്കി തരാം. ആദ്യമായിട്ട് ഈ പൂത്തൊട്ടി നിങ്ങളുടെ വാതിലിന്റെ നടുക്ക് വെക്കണം. അല്ല, ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക? സൈഡിലൂടെ പൊയ്ക്കൊള്ളൂ. ചീത്ത സമയവും സൈഡിലൂടെ പൊയ്ക്കൊള്ളൂ. അതെയോ? ഓഹോ, ഈ കാർ ഒരു വലിയ പ്രശ്നമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോഴും സമയദോഷം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പുറകിലോട്ട് പോകണം. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ റിവേഴ്സിൽ പോയാൽ മതി. ഓഹോ, ഒരു മിനിറ്റ്. മഴ പെയ്യാനായി കൂടും കാർമേഘം. 5 കിലോമീറ്ററിലേക്ക് കാർ എങ്ങനെ പിന്നോട്ട് പോകും? ഓഹോ, ചീത്ത സമയം നന്നാവാനായിട്ട് ഇതൊറ്റ മാർഗമേ ഉള്ളൂ. ഓഹോ, ഓഹോ, ചീത്ത സമയം ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. എല്ലാം മാറ്റിയേ മതിയാകൂ. എല്ലാ സാധനങ്ങളുടെയും സ്ഥാനം മാറ്റണം. എന്താ? ഈ സോഫയുടെ സ്ഥാനം വടക്കോട്ട് നിന്നും തെക്കോട്ടേക്ക് തിരിച്ചു വെക്കണം. സോഫ തിരിച്ചു വെച്ചാ പിന്നെ അതിലെങ്ങനെയാ ഇരിക്കാൻ കഴിയാ? ഓഹോ, കാട്ട്കർ മേഡം ഈ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടക്കുകയേ ഇല്ല. ജോലിയിലും പണി കിട്ടും. ഓ, വേണ്ട വേണ്ട കുട്ടികളെ, നിങ്ങൾ വേഗം ചെന്ന് ആ സോഫ അവിടുന്ന് തിരിച്ചു വെക്കൂ. ഓഹോ, ഇത് അഗ്നിമൂലയാണ്. അപ്പൊ ഇവിടെ തീ വെക്കണം എന്നാണോ? അല്ല, ഇവിടെയാണ് പാചകം ചെയ്യേണ്ടത്. ഇതെന്തിനാ? എന്നെ ഫ്രൈ ചെയ്യാനാണോ? ഓഹോ, അല്ല, ഇത് യഥാർത്ഥ സ്ഥാനത്താണ് ഉള്ളത്. എടോ, ഗ്യാസിന്റെ മുകളിൽ കൊണ്ടുവച്ചാലേ ഞാൻ ഇവിടെ കിടന്ന് കരിഞ്ഞു പോവും. സംശയം കൂടി ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നീ പുറത്തുള്ള മരത്തിൽ പോയി താമസിക്കേ. കാട്ട്കർ മേഡത്തിന് പച്ച നിറം അത്ര നന്നല്ല. ഇതൊട്ടും ശരിയല്ല. ഞങ്ങൾ വീട്ടിനകത്ത് താമസിക്കുമ്പോ പോപ്പട്ട് മാത്രം പുറത്തോ? അല്ല, അവൻ മാത്രമല്ല, നിങ്ങളും പുറത്തേക്ക് പോവുക. മേഡത്തിന് പശുദോഷം ഉള്ളതാണ്. ഈ പശുദോഷം എന്ന് വെച്ചാൽ എന്താണ്? മൃഗങ്ങൾ കാരണം പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ടി വി എന്തിനാണ് നേരെ വെച്ചിരിക്കുന്നത്? തിരിച്ചു വെക്കുക. ആ സോഫയെ അങ്ങോട്ട് മാറ്റി വെക്കുക. കാട്ട്കർ മേഡം ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നന്നാകും. അല്ല, വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ എന്തായിരിക്കും വിചാരിക്കുക? ഓഹോ, ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു 12 ദിവസം കട്ടിലിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. പക്ഷെ അതിന്റെ താഴെ ബെഡ് ബോക്സ് ആണല്ലോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെ കിടന്ന് ഉറങ്ങിയാൽ മതി. പക്ഷേ മുകളിൽ കിടക്കരുത്. ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഒരു 10,000 രൂപ അതിലേക്ക് നിക്ഷേപിക്കുക. 10,000 രൂപയോ? അതെ, ബാക്കി പൈസ ഞാൻ സമയം നന്നായതിനു ശേഷം വന്ന് വാങ്ങിച്ചു കൊള്ളാം. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ബ്രേക്ക് പോയ വണ്ടി തീർച്ചയായും വേഗത്തിൽ ചെല്ലും. മിസ് കാട്ട്കർ, നിങ്ങളുടെ സമയം ഇനി നന്നായിക്കോളും. അടികൈ.
നാളത്തോടെ മനസ്സിലാവും ഇതോടെ സമയം നന്നാവോ അതോ ഇല്ലയോ എന്ന്. എന്തായാലും ഇതൊരു സംഭവമായി പോയി. സംശയമുണ്ടോ? എന്നെ രക്ഷിക്കൂ. അയ്യോ, ഒന്ന് രക്ഷിക്കൂ. മാഡം, മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, താങ്ക് യു. പക്ഷെ എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ബൈ കുട്ടികളെ. ബൈ. എടേ, ഈ സ്ഥാനമാറ്റം എല്ലാവർക്കും ഒരു പണിയാവുന്ന തോന്നുന്നത്. സംശയമുണ്ടോ? ഓ, 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 ഓ. എന്റെ മാഡം, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമല്ലോ? ഓ, എന്റെ സാറേ. ഹലോ ബണി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എന്റെ കാർ ബ്രിഡ്ജിന്റെ അടുത്തുണ്ട്. വേഗം കൊണ്ടുപോയി ഗാരേജിൽ എത്തിക്ക് പ്ലീസ്. മിസ് ഗഡ്കർ, നിങ്ങൾ കാരണം ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഇത് സംഭവിച്ചാൽ തീർച്ചയായും ഞാൻ ആക്ഷൻ എടുക്കാം. അണ്ടർസ്റ്റാൻഡ്? അല്ല, ഇതാരും സോമജിയാണോ? വരൂ വരൂ വരൂ. നിങ്ങളല്ലേ വിളിച്ചത്? അതുകൊണ്ട് ഞാൻ ഉടനെ ഇങ്ങെത്തി. അല്ല, ഇതെന്താണ്? ഇത് ദിവ്യമായ ഒരു സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ നിങ്ങളുടെ നക്ഷത്രങ്ങൾ മാറ്റിമറിച്ച് നിങ്ങൾക്ക് നല്ല സമയം കൊണ്ടുവരുന്ന ഒരു സ്റ്റോൺ ആണ്. ഈ ചുമന്ന കല്ലിന് വില വെറും 2 ലക്ഷം മാത്രമാണ്. ഇത് കാരണം എന്റെ സമയദോഷം മാറുമോ? തീർച്ചയായും. ഇതാ എന്റെ കൈ മുഴുവനും ഉണ്ടത്. ഓരോ പ്രശ്നത്തിനും ഓരോ കല്ലുകൾ. അപ്പൊ അങ്ങേക്ക് ഒരു പ്രശ്നവും വരൂലെന്നാണോ? അതെ, തീർച്ചയായിട്ടും വരികയില്ല. അയ്യോ, അയ്യോ. ഓഹോ, ഈ പ്രശ്നം എവിടെന്നാണ് വരുന്നത്? പ്രശ്നം അങ്ങക്ക് വരികയില്ലല്ലോ, കാരണം അങ്ങ് സ്റ്റോൺ അണിഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടോടെ, ആവിന്റെ മോളിൽ നിന്ന് തണ്ണിമത്തനാ താഴേക്ക് വീഴുന്നേ. നിങ്ങളുടെ സമയം ഒട്ടും ശരിയല്ലാന്ന് തോന്നുന്നു. സംശയമുണ്ടോ? നിന്റെ എല്ലാ സമയം ഇന്നത്തോടെ സമയം നന്നായിക്കോളും. എന്റെ ഭായ്, തന്റെ ചീത്ത സമയം തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്റെ ഭായ്, ആലോചിച്ച് പറയേ, ഞാൻ വിടണോ? വേണ്ട വേണ്ട, എന്നെ താഴെ ഇറക്കി വിട്ടേക്ക്. നിങ്ങളുടെ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എനിക്ക് പൈസയൊന്നും വേണ്ട, എന്റെ നല്ല സമയം വേണം. അങ്ങനെ 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 ഒന്നും ആർക്ക് സമയം മാറ്റി കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ വിശ്വാസത്തിനെ മുതലെടുത്ത് ഞാൻ കാശുണ്ടാക്കുകയാണ്. അവരെ സമയം നന്നാകുമ്പോൾ എല്ലാം നന്നായിക്കൊള്ളും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനെ വേഗം താഴേക്ക് കൊണ്ടുപോവാ. ഹണി, ഒന്ന് മതിയാക്ക്. ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്ന നിന്റെ തലച്ചോറ് ചൂടാവും. അതിന് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചൂടാവുള്ളൂ. അത് ശരിയാ. എന്താടാ പൂച്ചേ, നീ എന്തിനാ റിമോട്ട് കൊണ്ട് കളിക്കുന്നേ? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നു മുട്ട്. അല്ല, താനെങ്ങനെ അതിന്റെ അകത്തുനിന്ന് പുറത്തു വന്നത്? കുറെ നേരമായി ഈ മിഷ്യം വെച്ച് നീ എന്നെ തല്ലി തല്ലി ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് ഇനി മതി. ഒരു സുമോ ഗുസ്തിക്കാരനായ തനിക്കെങ്ങനെ മലയാളം അറിയാം? എടോ പൂച്ചേ, എന്റെ അമ്മ ഒരു സ്വദേശിയാണ്. എന്റെ അച്ഛൻ ഒരു സുമോ ഗുസ്തിക്കാരനും. അച്ഛനാണെങ്കിൽ എന്നെ ലങ്കോട്ടി എടുപ്പിച്ച് ഗുസ്തിക്കിറക്കാനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മയുടെ ആഗ്രഹം ഞാനൊരു റിംഗിലിറങ്ങി ബോക്സിംഗ് ചാമ്പ്യൻ ആവുക എന്നതായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് റിംഗിലേക്ക് ലങ്കോട്ടി എടുത്തോണ്ടിറങ്ങി. പിന്നെ സുമോ ഗുസ്തിക്കാരനായിട്ട് മാറി. നിങ്ങളെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൊതുകിനെ പോലെ അടിച്ചു പരത്തും, പാറ്റയെ പോലെ ചവിട്ടി അരച്ചു പരത്തി എടുക്കും ഞാൻ.
എന്റെ അമ്മേ. എന്റെ അമ്മോ. എന്റെ അമ്മോ, ഈ ഭിത്തികൾ വല്ല കരിക്കല്ല് വിട്ടുണ്ടാക്കിയതാണോ? വല്ല എടാ ഒന്ന് വേഗം പാടാ. കുട്ടികളെ വേഗം ഒളിപ്പിക്ക്, കുട്ടികളെ വേഗം ഒളിപ്പിക്ക്. ആ ഗുസ്തിക്കാരൻ കുട്ടികളെ പിടിച്ചോണ്ട് പോവുകയാണ്. അതിനിത്ര പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളെ? എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. എടി, ആ ഹസ്ബൻഡ് ഞാൻ തന്നെയല്ലേ. അച്ഛനാ പറയുന്ന കുട്ടികളെ ഒളിപ്പിക്ക്. അവനോട് ഏറ്റുമുട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ആ സുമോ ഗുസ്തിക്കാരന്റെ കയ്യിൽ നിന്ന് കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. സംശയമുണ്ടോ? കൊച്ചിലെ നീ നോക്കിയ റിമോട്ട് മഴ പെയ്യുകയാണ്. എടാ കഴുതേ, ഇത് മഴയല്ല. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് റിമോട്ട് വലിച്ചെറിയ. ഇനി മേലാൽ നീ ഇവിടെ വീഡിയോ ഗെയിം കളിച്ചു പോകരുത്, കേട്ടല്ലോ. മിണ്ടി പോകരുത്. ഇനിയും നീ വീഡിയോ ഗെയിം കളിച്ചാൽ ആ സുമോ ഗുസ്തിക്കാരൻ നിന്നെയും പിടിച്ചുകൊണ്ട് അങ്ങ് പോവും. എനിക്ക് തോന്നുന്നത് ആ സുമോ ഗുസ്തിക്കാരനെ കുറിച്ച് എല്ലാരും അറിഞ്ഞുവെന്നാണ്. അതെ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ആ സുമോ ഗുസ്തിക്കാരനെ പിടിക്കണം. അതെ, ഞങ്ങളുടെ ദേഹത്ത് വന്ന് ഇടിക്കാനുള്ള വല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ ഇവിടെ? രാവിലെ തുടങ്ങിയതാ ഈ കൂട്ടയിടി, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സംശയമുണ്ടോ? ഐ സോറി. എന്റെ മനസ്സാകുന്ന കാട്ടിൽ പേടിയുടെ വൃക്ഷങ്ങൾ തഴച്ചു വളർന്നു. അതുകൊണ്ട് ഓടുന്ന സമയത്ത് നിങ്ങൾ ആരെയും കണ്ണിൽ കണ്ടില്ല. പക്ഷെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ഞാനും വീഡിയോ ഗെയിം കളിക്കാറുണ്ട്. അഥവാ ഈ കാര്യം ആ ഗുസ്തിക്കാരനെങ്ങാനും അറിഞ്ഞാൽ അയാൾ എന്നെ പൊക്കിക്കൊണ്ടു പോകും. അയാള് കുട്ടികളെ മാത്രമാണ് പൊക്കുന്നത്. ഞാനും മനസ്സുകൊണ്ട് കുട്ടിയാണ്, വളരെ ക്യൂട്ടാണ്. എന്റെ ഈ തിളങ്ങുന്ന മുഖം ഇടികൊണ്ട് പഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. അയാൾ മാർക്കറ്റിലുണ്ട്, അതുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ഈ സുമോ ഗുസ്തിക്കാരന്റെ ശല്യം നാട്ടിൽ ഇല്ലാതാകുമ്പോൾ വൈകാതെ തന്നെ തിരിച്ചു വരും ഞാൻ. ബൈ ബൈ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ ഇനി വീഡിയോ ഗെയിം കളിക്കില്ല. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്തായാലും വീഡിയോ ഗെയിം കളിച്ചേ പറ്റൂ. നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ശരിക്കടിക്കുന്നുണ്ട്. അടുത്തതിന് എന്റെ ഊഴമാണ്. ആ കുട്ടികളെ അങ്ങ് വിട്ടേക്ക്. നിന്നെ തന്നെയാണ് ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഇടിച്ചത് നീ തന്നെയാണ്. ആദ്യത്തെ ഇടി നിനക്കുള്ളതാണ്. മര്യാദക്ക് കീഴടങ്ങൂ ഗുസ്തിക്കാരാ. വെറുതെ നിയമം കയ്യിലെടുക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞത് നിയമം കയ്യിലെടുക്കരുത് എന്നാണ്. പക്ഷെ നീ ഇപ്പോൾ നിയമം പാലിക്കുന്നവരെയാണ് കയ്യിലെടുത്തിരിക്കുന്നത്. ഇൻസ്പെക്ടർ പാണ്ട, ആ കൊമ്പൊന്ന് കുലുക്കൂ. വലിയ പോപ്പട്ട് അവന്റെ ജോലി ഭംഗിയായി ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഊഴമാണ്.
അയ്യോ ഖന്ന സാറിനെ ടെന്നീസ് പഠിപ്പിച്ച് ഡോക്ടർ ബാലു ആകെ ക്ഷീണിച്ചു പോയല്ലോ. എങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ടൊന്നല്ല 6 മാസം കൊണ്ട് പോലും പഠിച്ചെടുക്കില്ല. അയ്യോ. എവിടെ വരൂ? മനുഷ്യന്റെ മുഖമുള്ള ചിമ്പാൻസി, നീ ആ നെറ്റിന് ഇപ്പുറത്തേക്ക് എന്തിനാ വന്നത്? നീ നെറ്റിന്റെ ഇപ്പുറത്ത് വന്നാൽ നെറ്റിന്റെ അപ്പുറത്ത് ആര് നിന്ന് കളിക്കും? മാത്രമല്ല അപ്പുറത്ത് ആരുമില്ലെങ്കിൽ പിന്നെ ഈ ടെന്നീസ് എങ്ങനെയാണ് കളിക്കുക? ഓഹോ, പണ്ട് ടിവിയിൽ വന്ന സീരിയലാണ് ശക്തിമാൻ. സാറല്ലേ ഇപ്പൊ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാൻ? അങ്ങനെ പറയുന്നത് എന്റെ സ്റ്റൈലാണ്. എന്തായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ തലയിലെ തലച്ചോറുന്ന ആട് അപ്പുറത്തെ മലയിലെ പുല്ല് തിന്നാൻ പോയെന്ന് തോന്നുന്നു. നിനക്ക് ടെന്നീസ് കളിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ബെറ്റ് വെച്ചത്? ഡോക്ടറെ, ഇങ്ങനെ പിണങ്ങുന്നതിന് പകരം പ്രാക്ടീസ് ചെയ്യിക്കുന്നേ. സംശയമുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ആ ബോൾ ഒന്ന് കോർട്ടിനകത്ത് വീഴ്ത്തണം കന്ന സാറേ. ഓഹോ, എന്റെ അമ്മാവന്റെ മോന്റെ പേര് മുകേഷ് സിക്കന്ദർ എന്നാണ്. ഞാൻ ഇങ്ങോട്ട് മാറിയ ബോൾ ആ വഴി അങ്ങോട്ട് പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്ക്. ഇനി ബോൾ ഞാൻ താങ്കളുടെ നേരെ ഇടൂ. ഓ, ഞാൻ ഇന്നലെ പുറത്ത് വെച്ച പാല് പുളിച്ചു പോയി. അത് ശരി, ബോൾ കൊണ്ട് എന്റെ മൂക്കിന്റെ പാലം പോയി. അടിച്ചു പൊളിച്ചു തിമിർത്തു. പെട്രോൾ ബാഗ്സ് കത്തിച്ച് നോക്കിയാൽ പോലും ഇതുപോലൊരു പ്ലെയറെ ആർക്കും കിട്ടില്ല. സംശയമുണ്ടോ? അല്ല, ഇതാരാണ്? ഇത് ഡോക്ടർ ബാലു ആണ്. ഇദ്ദേഹമാണ് റെഫറി. വരൂ, നമുക്ക് മാച്ച് ആരംഭിക്കാം. ഇത് ട്രയൽ ബോൾ ആയിരുന്നു. ഇവിടെ വരൂ. ഇവിടെ എന്താ ക്രിക്കറ്റ് കളിയാണോ നടക്കുന്നത്? ഈ ട്രയൽ ബോൾ എന്ന് വെച്ചാൽ എന്താണ്? മര്യാദയ്ക്ക് ടെന്നീസ് കളിക്ക്. അതല്ലെങ്കിൽ വെനീസിലേക്ക് അയച്ച് 10 അല്ലെങ്കിൽ 15 റൗണ്ട് ഓടിച്ച് അത് ഇംഗ്ലീഷ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് എല്ലായിടത്തും ഷെയർ ചെയ്ത് വിതരണം ചെയ്ത് കുത്തബ് മിനാറിൽ കൊണ്ട് പോസ്റ്റർ ആക്കി അടിക്കും. അങ്ങോട്ട് പോ, വേഗം ഗെയിം തുടങ്ങുക. അതെ, ഇത് ഒരു നടക്ക് പോകാൻ തോന്നുന്നില്ല. ബോളിന്റെ പോക്ക് കണ്ടിട്ടേ മാച്ച് തോൽക്കുന്ന തോന്നുന്നത്. സംശയമുണ്ടോ? ആദ്യത്തെ മാച്ച് മനീഷ് ജയിച്ചിരിക്കുന്നു. ഇതൊരു ബോൾ അല്ല, സാറിന് ഇഷ്ടപ്പെടാത്തൊരു വസ്തു. അത് മനസ്സിൽ വെച്ചോണ്ട് സാറൊന്ന് കളിച്ചു നോക്ക്. ഇത് ബോളല്ല, മുട്ടയാ. അന്ന് ക്ലാസ് ടീച്ചർ സാറിന് പേപ്പറിൽ തന്നത്. ഇത് സാറിന്റെ ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ട് ഇതുവരെ തിരിച്ചടയ്ക്കാത്ത ഒരാളാണ്. What a shot, Khanna sir. ഇനി അങ്ങോട്ട് മാച്ച് കൊഴുക്കുന്നതാണ്. ഫൈനൽ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യൂ.
പോയിന്റ് കൂടിയിരിക്കുന്നു. വെരി ഗുഡ്. സാറ് മാച്ചിൽ വിജയിച്ചിരിക്കുകയാണ്.